ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. PV അബ്ദുൽ വഹാബ് MP നിലമ്പൂരിലെ വസതിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. വഖഫ് നിയമ ഭേദഗതി എതിർക്കുന്ന പ്രതിപക്ഷ MPമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് R. രശ്മിനാഥ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KP ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TK അശോക് കുമാർ, CK കുഞ്ഞുമുഹമ്മദ്, ഗീതാകുമാരി, വിനീഷ്, രാജൻ എടവണ്ണ, ബിജു M, സാമുവേൽ, സണ്ണി മുത്തൂർ, KK പ്രമേഷ്, T. വിനീഷ്, ജിജി ഗിരീഷ്, സന്തോഷ് പഴമടം എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ച് വഹാബിന്റെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. ഈ രാജ്യത്ത് കഴിഞ്ഞ 60 വർഷക്കാലത്തിലധികമായി നിലനിർത്തിയിട്ടുള്ള തൻ്റെ അധികാരം എക്കാലത്തും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കൈകളിലേക്ക് നിലനിർത്തണം, ഭദ്രമാക്കി വെക്കണമെന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി വെച്ച ഒരു കാടൻ നിയമത്തെ പൊളിച്ചെഴുതുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സമരവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖെന്നോ ബുദ്ധനെന്നോ ജൈനെന്നോ പാർസിയെന്നോ കണക്കില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിയമമായിരുന്നു ഇതുവരെ വഖഫ് നിയമം. നമുക്കറിയാം, ഈ ഒരു മലയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പറയുകയാണ്, അദ്ദേഹം ഈ പ്രദേശത്തേക്ക് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ കണ്ണ് പോയ സ്ഥലം മുഴുവൻ, എൻ്റെ കണ്ണെത്തിയ സ്ഥലം മുഴുവൻ വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫിൻ്റെതായി മാറുന്ന ഒരു നിയമമായിരുന്നു ഇതുവരെ ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പിലാക്കിയിരുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അതിൽ ഹിന്ദു മുസ്ലിമാൻ ക്രിസ്ത്യൻ ജാതിയോ മതമോ ഇല്ല. വയനാട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം, നിരവധി പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വീടുകൾ, അവരുടെ സ്ഥലങ്ങൾ, അവർ ജനിച്ചു വളർന്ന അവരുടെ ഭൂമി മുഴുവൻ ഇന്ന് വഖഫിൻ്റെതാവാൻ പോവുകയാണ്. എന്തിനധികം പറയുന്നു, ഇന്ന് പാർലമെന്റിൽ വഖഫ് നിയമത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഖഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ കുറ്റിയടിച്ചിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട MP അടക്കം, വഹാബ് MP അടക്കം, അദ്ദേഹത്തിന്റെ ഭൂമിയും നാളെ വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ മണിമാളികയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും, കുടിയിറക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. ഇത് BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമല്ല. നമുക്കറിയാം, കേരളത്തിലെ മുനമ്പത്ത് എത്രയോ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഭൂമി മുഴുവൻ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി വഖഫ് ബോർഡ് പോവുകയാണ്. അതിനെതിരെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമായിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് അടക്കം, അതുപോലെ ആ പറയുന്ന സാധാരണക്കാരായ കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ വോട്ടടക്കം വാങ്ങിക്കൊണ്ട് ഇന്ന് പാർലമെന്റിലെത്തിയിട്ടുള്ള ഇടതിന്റെയും വലതിന്റെയും MP-മാർ, 19 MP-മാർ, അവരിന്നെടുക്കുന്ന നിലപാട് ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള നിലപാടെന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് പാർലമെന്റിൽ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നിന്ന് ഒരേ ഒരു MP മാത്രം, കേരളത്തിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള 20 MP-മാരിൽ BJPയുടെ MP ആയിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി മാത്രമാണ് ഇന്നവിടെ ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റ് 19 MP-മാരും ഈ കേരളത്തിലെ ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ MP-മാരും വലതുപക്ഷത്തിന്റെ MP-മാരും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ MP-മാരും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് മുസ്ലിം സമൂഹമാണ്.
ഈ മുസ്ലിം ലീഗിൻ്റെ 3 MP ഇവിടുന്ന് 2 MP പോയിട്ടുണ്ട്. ആ MP അവിടുത്തെ അവരുടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളുടെ വീടും ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വേണ്ടി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമോ, അതോ അവിടെ ചെന്ന് ഇവിടുത്തെ ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് ഈ ഭൂമി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അതിനെ എതിർത്ത് വോട്ട് ചെയ്യുമോ എന്നുകൂടി നമുക്കിന്ന് കാണാൻ സാധിക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ ഇവിടെ മുദ്രാവാക്യത്തിൽ വിളിച്ചതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടുകെട്ട് രാജ്യത്തൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേത് പടച്ച തമ്പുരാൻ എതിർത്താലും അത് ഈ പാർലമെന്റിൽ നിന്ന് പാസ്സാക്കിയിരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.